എല്ലായിടും നോക്കണം. വളരെ ദൗർഭാഗ്യകരമായ ഒരു സംഭവം ബന്ധപ്പെട്ട ഒരു ചർച്ചയാണ് ഇവിടെ നടന്നത്. മരണപ്പെട്ട ഒരാളുടെ ഡെഡ് ബോഡിയുമായി ബന്ധപ്പെട്ട് അവരുടെ ബന്ധുക്കൾ എയർ ഇന്ത്യയുടെ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ഓഫീസിന് മുമ്പിൽ വന്ന് ഗൗരവത്തിലിരിക്കുന്ന സാഹചര്യത്തിലേക്ക് ഉണ്ടാകട്ടെ. അപ്പോൾ നമ്മൾ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ഓഫീസറുമായി ബന്ധപ്പെട്ടപ്പോൾ നിഷ ചാക്കോ മാഡമായിരുന്നു. അപ്പോൾ അത് എയർ ഇന്ത്യയുടെ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ഓഫീസർ മാത്രമാണ്. എയർപോർട്ട് ഫ്ലൈറ്റ് ഓപ്പറേഷൻസും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ നടക്കുന്നത് എയർപോർട്ട് ബിൽഡിങ്ങിൽ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ചീഫ് ഹെഡ് അരുൺ മനോഹർ എന്ന് പറഞ്ഞ സാറാണ്. അപ്പോൾ നിലവിൽ ഇവരിപ്പോൾ തൽക്കാലം ഈ ഡെഡ് ബോഡി ഇവിടുന്ന് റിമൂവ് ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണ്. ഞങ്ങളോട് തന്നെ ചർച്ച ചെയ്തു. അപ്പോൾ നിഷ ചാക്കോ മാഡം ഇതുമായി ബന്ധപ്പെട്ടിട്ട് അവരുടെ ഫ്ലൈറ്റ് ഓപ്പറേഷൻസ് ഹെഡുമായിട്ട് സംസാരിക്കാമെന്നും ഇവരുടെ ഡെഡ് ബോഡിയുടെ ചടങ്ങുകൾ കഴിഞ്ഞ ശേഷം ഇവരുമായിട്ട് നേരിട്ട് അവിടെ പോയി ചെല്ലാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി കൊടുക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഡെഡ് ബോഡി ഇവിടുന്ന് റിമൂവ് ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ബന്ധപ്പെട്ട് കൂടുതലായി ഈ ഓഫീസിന് മുമ്പിൽ ഒരു സമരത്തിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായത്. അതുകൊണ്ട് തന്നെ അവരുടെ ഡെഡ് ബോഡി റിമൂവ് വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അത് ബന്ധുക്കൾ കൺവിൻസിങ് ആയിട്ടുണ്ട്. അവരോട് ഡെഡ് ബോഡി കൊണ്ടുപോയിട്ട് ഈ ചടങ്ങുകൾ കഴിഞ്ഞ ശേഷം എയർപോർട്ടിൽ ഓഫീസിൽ പോയി അവരുമായിട്ട് സംസാരിക്കാം. അതുമായി ബന്ധപ്പെട്ട് നഷ്ടപരിഹാരങ്ങളോ മറ്റു വിഷയങ്ങളോ ഉണ്ടെങ്കിൽ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ നമ്മുടെ എയർപോർട്ട് ഓഫീസിൽ ചെന്ന് അവിടെ ചീഫ് ഹെഡുമായിട്ട് സംസാരിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാനാണ് ഇവിടുത്തെ ഓപ്പറേഷൻസ് ഹെഡ് പറഞ്ഞിട്ടുള്ളത്. അത് ബന്ധപ്പെട്ട് ഇത്രയേ ഉള്ളൂ. കുറച്ച് അവസാനിപ്പിക്കുകയാണ്. ഈ ബോഡിയുടെ മറ്റുള്ള ചടങ്ങുകളെല്ലാം കഴിഞ്ഞിട്ട് ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. വേറെ മറ്റുള്ള കാര്യങ്ങളും സംസാരിച്ചിട്ടില്ല. ഇവർക്ക് അറിയത്തില്ല. വേറെ ഉദ്യോഗസ്ഥർക്ക് സംസാരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അവർ നമ്മളെ കോൺടാക്ട് ചെയ്യുന്ന പറയുന്നത്. അപ്പൊ അതൊരു നോക്കാം, വെയിറ്റ് ചെയ്യാം. അതിനുശേഷം അതെ അങ്ങനെ പറയുന്നത്. മാഡം ഇപ്പൊ അങ്ങനെ സംസാരിച്ചത് അവരിത് അറിയിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ആദ്യം സംസ്കാരം കഴിയട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ബോഡി അവിടെ നിന്ന് മാറ്റുക. പക്ഷെ ശരിയാണ്, അത് ഞാൻ അത് അംഗീകരിക്കുന്നു. ബോഡി ഞങ്ങൾ കൂടുതൽ സമയം ഇവിടെ വയ്ക്കാൻ താല്പര്യപ്പെടുന്നില്ല. എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് മാറ്റാനുള്ള തീരുമാനമാണ്. അപ്പോൾ ഞാൻ തൽക്കാലം അങ്ങോട്ട് പോവുകയാണ്. മറ്റുള്ള ചടങ്ങെല്ലാം കഴിഞ്ഞിട്ട് ചർച്ചയ്ക്ക് വരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. വന്നില്ലെങ്കിൽ അടുത്ത ഞങ്ങൾ മാറേണ്ടതാണ്. എന്തായാലും എല്ലാ ചാനലുകാരെയും അറിയിച്ചിട്ടുണ്ട് നടപടികളിലുള്ള നീ ഓടല്ലേ എടുക്കാൻ പോകും.